വലിയ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ആരിഫ് ഖാൻ അവർ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കുമെന്നും കേരളത്തിൽ നീട്ടിക്കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഊഹാഭോഹങ്ങളുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ നിന്ന് പോയി. പിന്നെ പുറത്ത് കണ്ടത് ചെറുതാണെങ്കിൽ അളയിലുള്ളത് അതിനേക്കാൾ വലുതാണെന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം വയലൻ്റായി വലിയ സംഘർഷാത്മകമായ സമീപനം ഉണ്ടാക്കിയെടുത്തെങ്കിൽ അടുത്ത് വന്ന ആൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന അടുത്ത് വന്ന ആൾ സംഘപരിവാറിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി എങ്ങനെ ഇരിക്കുമെന്നുള്ള വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ. ഇപ്പോഴത്തെ ഗവർണർ വരുന്നത്. പക്ഷേ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി പോയി കാണുകയും മുഖ്യമന്ത്രി സംസാരിക്കുകയും മന്ത്രിമാരുമായിട്ട് നല്ല റാപ്പോയിൽ പോയി. പക്ഷേ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫയലുകളിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് റാപ്പോ തെറ്റി. അവസാനം ഭാരതാംബയിലെത്തിയപ്പോൾ വല്ലാതെ തെറ്റിയെന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റി ബില്ലുകളുടെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസം വന്നു. രാഷ്ട്രപതിക്ക് അയക്കുക, വലിയ പ്രശ്നങ്ങൾ വന്നു. എന്തായാലും സുഭാഷിതം ഡിജിറ്റൽ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു നൽകുക. ഇപ്പോൾ ഈ 9 മാസം കഴിഞ്ഞു രാജേന്ദ്ര ആർലേക്കർ വന്നതിന് ശേഷം, വിശ്വനാഥ് ആർലേക്കർ വന്നതിന് ശേഷം 9 മാസം കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആഗ്രഹിച്ചതുപോലെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം RSSൻ്റെ ഉപദേശം എടുക്കുന്നു എന്നുള്ളതാണ് ഒരു പരാതി. സംഘപരിവാറിൻ്റെ ഉപദേശം എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഒരുപാട് സംഘപരിവാറുകാരെ വച്ചിരിക്കുന്നു എന്നുള്ള ഒരു പരാതി. സ്റ്റാഫിൽ ആരെ വയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണോ തനിക്ക് സ്റ്റാഫ് വേണം എന്ന് തീരുമാനിക്കുന്ന വ്യക്തിക്കുള്ള അവകാശമാണ്. മന്ത്രിയാണെങ്കിലും എല്ലാവരും അവർക്ക് ആരെ വയ്ക്കാനും അവകാശമുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള പലരും ബംഗാളിലൊക്കെ പോയി, പശ്ചിമ ബംഗാളിലൊക്കെ പോയി പിന്നെ ഗവർണറുടെയൊക്കെ പദവി സഹായിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പലരുമുണ്ട്. ഞാൻ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകും. മലയാളികൾ തന്നെ കൂടെ പോകുന്ന രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെയും വയ്ക്കാം, അതിന് തർക്കമില്ല. രണ്ടാമത്തെ വിഷയം പിന്നെ RSSുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ RSS ബന്ധത്തിൽ RSSന് ഉപദേശിക്കാം എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത്. സർക്കാർ ശരിയായ ദിശയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള അഭിപ്രായവും ഗവർണർക്കുണ്ട്. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. പക്ഷേ പ്രശ്നാധിഷ്ഠിതമായിരിക്കും തൻ്റെ നിലപാടെന്നാണ് ഗവർണർ പറയുന്നത്. ഓരോ പ്രശ്നത്തെ ഫയൽ ടു ഫയലാണ്, അല്ലാതെ അഡമൻ്റായിട്ട് അടച്ചുള്ളൊരു പരിപാടിയില്ല. ഓരോ ഫയൽ ടു ഫയലായിട്ടാണ് തർക്കങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മെരിറ്റ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാനും ഗവൺമെൻറ്റും, അതായത് ഞാനെന്ന് പറയുന്നത് ഗവർണറും ഇൻ്റർവ്യൂവിനെ എടുത്ത് പറയുന്നതാണ്, ഗവൺമെൻറ്റുമായി സുഗമമായി പോകണമെന്ന് തന്നെയാണ് ഞാൻ വന്ന് ചാർജ് എടുത്തപ്പോൾ ആഗ്രഹിച്ചിരുന്നതെന്ന് ഗവർണർ. എന്നാൽ പിന്നീട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചില തൽപര കക്ഷികൾ ഉയർത്തിക്കൊണ്ട വിവാദങ്ങളും തലപൊക്കി. എല്ലാം സ്ഥിരമായി നിലനിൽക്കുമെന്നും ഞാൻ കരുതുന്നില്ല. അതിങ്ങനെ എല്ലാ കാലവും ഇങ്ങനെ ഞാനിരിക്കുന്ന 5 വർഷക്കാലോ അല്ലെങ്കിൽ 6 വർഷക്കാലോ ഇതിങ്ങനെ തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് മഞ്ഞുരുകും, പ്രശ്നങ്ങൾ മാറും, ഗവൺമെൻറ്റുമായി നല്ല ടേംസിൽ കാരണം ഗവൺമെൻറ്റുമായി നല്ല ടേംസിലാണ് പോകേണ്ടത് ഗവർണർമാർ ആരായാലും. കാരണം ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരു തലവനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിനെ ഉപദേശിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ഗവൺമെൻറ്റിന് ആപത്തുണ്ടായാൽ രക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് ഗവർണർ തന്നെയാണ്. അപ്പോൾ ആ ഗവർണർ തീർച്ചയായിട്ടും മനസ്സ് തുറന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ 3-4 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ പലയിടത്തുനിന്നും എടുത്തതായിട്ട് പരാതിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. സ്റ്റാഫ് ആരെ വെക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. പിന്നെ അതുപോലെ തന്നെ ആരിൽ നിന്ന് ഉപദേശം എടുക്കണമെന്നും അദ്ദേഹത്തിന് തീരുമാനിക്കാം. പിന്നെ അവിടെ അക്കാഡമിക് പരിപാടികൾ നടത്തുന്നുണ്ട്. സാധാരണ ഗവർണർ പിന്നെ റിപ്പബ്ലിക് ദിനത്തിനും സ്വാതന്ത്ര്യ ദിനത്തിനുമൊക്കെ ബന്ധപ്പെട്ട മന്ത്രിമാരെ എല്ലാവരെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ചായ കുടിച്ചൊക്കെ പിരിയുന്ന ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ ഗവർണർ, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗവർണറാണെങ്കിൽ ധാരാളം അക്കാഡമിക് സെമിനാറുകൾ വയ്ക്കാറുണ്ട്. ഞാനും പോയിരുന്നു, ചില സെമിനാറുകൾക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു, ഞാനും പോയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെയും അക്കാഡമിഷ്യന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും പൊളിറ്റിക്കൽ ലീഡർമാരെയും ഒക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഗവർണർ പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ്. 9 മാസം കഴിഞ്ഞപ്പോൾ സർക്കാരുമായിട്ട് ഞാൻ ഒരു ഉരസലിനുമില്ല. എല്ലാം സ്മൂത്തായി നല്ലതുപോലെ മഞ്ഞുരുകി സുഗമമായി തന്നെ യാത്ര തുടരാനാകും എന്നാണ് ഇപ്പോഴത്തെ ഗവർണർ വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരിക്കുന്നത്.